അപ്പം എനിക്ക് NIT കാലിക്കറ്റിൽ CS കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു. പക്ഷെ CS കിട്ടിയില്ല. ECE ഒക്കെ വരെ കിട്ടിയുള്ളൂ. അപ്പം എനിക്ക് CS താല്പര്യം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. പിന്നെ ബ്രില്യനിൽ എല്ലാ വീക്കിലും നമുക്ക് വീക്ക്ലി എക്സാംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പഠിച്ചത് അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ളൊരു ഇതുണ്ട്. ബ്രില്യൻ്റ് നമുക്കൊരു സ്കെഡ്യൂൾ തന്നായിരുന്നു. ആ സ്കെഡ്യൂളിൽ തന്നെ അങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് എനിക്ക് വലിയ ബാക്ക്ലോഗ്സ് ആയിട്ട് അങ്ങനെ തോന്നിയില്ലായിരുന്നു. അതേ സ്കെഡ്യൂളിൽ പഠിച്ചു പോയതുകൊണ്ട് പിന്നെ അത് കൂടാതെ ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് പേപ്പേഴ്സായിട്ട് കുറേ ഉണ്ട്. സോ പ്രാക്ടീസിന് ഉള്ളതെല്ലാം ബ്രില്യൻ്റ് തന്നെ ഇവിടെ തരുന്നുണ്ട്. യു ഹാവ് ടു ഡു ഇറ്റ്. ഞാൻ ഫിസിക്സിൽ കോൺസെപ്റ്റ്സ് വീണ്ടും പഠിച്ച് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നമുക്ക് നല്ലപോലെ വേണം ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഞാൻ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്താലോ എന്ന് വരെ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇവിടുത്തെ കോർഡിനേറ്റർ ആയാലും മെൻറ്റർ ആയാലും ഫാമിലി ആയാലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ ഐ തിങ്ക് അന്ന് ഞാൻ ക്വിറ്റ് ചെയ്തതെങ്കിൽ ഒബ്വിയസ്ലി ഇതൊന്നും നടക്കില്ലായിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു ഇവരൊക്കെ. മെയിൻസിൽ എക്സ്പെക്റ്റഡ് സ്കോർ കിട്ടാത്തവരായിട്ട് കുറേ പേരുണ്ട്. സോ ഒരിക്കലും നമ്മൾ അത് മൈൻഡിൽ വെച്ച് അഡ്വാൻസ് എഴുതാൻ പോകരുത്. അഡ്വാൻസ് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിച്ച് പോകണം. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിസ്മയം. വിസ്മയം തീർത്തുകൊണ്ട് തന്നെയാണ് വിസ്മയം എന്ന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഹായ് ഓൾ, കീം 2026 റിസൾട്ട് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. 6 ഷെഡ്യൂളിലായിട്ട് നടന്ന എക്സാമിൽ, അതായത് 6 ദിവസമായിട്ട് നടന്ന എക്സാമിൽ 6 ദിവസങ്ങളിലും 100% കരസ്ഥമാക്കിയത് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. അതിലൊരാൾ, അതായത് അതിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി വിസ്മയാണ്. അതായത് 100% സ്കോർ കരസ്ഥമാക്കി കീമിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നമുക്കറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഡ്വാൻസിനൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇവരെപ്പോലുള്ള ടോപ്പേഴ്സിൻ്റെ ഒരു പഠന രീതി എങ്ങനെയാണ്, എങ്ങനെ ഈ 100%ലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ആദ്യം മോളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കും. ഹായ്, എൻ്റെ പേര് വിസ്മയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ ഐ ഹാവ് മൈ പേരൻസ്, ഐ ഹാവ് എ യങ്ങർ ബ്രദർ, പിന്നെ ഐ ഹാവ് ഗ്രാൻഡ്മ. പിന്നെ JEE മെയിൻസിന് എനിക്ക് 99.675 സ്കോർ ആയിരുന്നു. ആൻഡ് റാങ്ക് വാസ് 5327. യെസ്, മോളുടെ പേരൻസിൻ്റെ പേരും അവരെന്ത് ചെയ്യുന്നു? പേരൻസ്, മദേഴ്സ് നെയിം സുജ, അമ്മ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഫാദേഴ്സ് നെയിം രാജീവ്, അച്ഛൻ ബിസിനസ് മാൻ ആണ്. പിന്നെ ഐ ഹാവ് എ യങ്ങർ ബ്രദർ, 3 വയസ്സേ ഉള്ളൂ, ഇഷാൻ എന്നാ പേര്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മോളുടെ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു എന്നൂടി ഒന്ന് പറയാം. ഞാൻ 10th വരെ തൃശ്ശൂർ തന്നെ ഒരു സ്കൂളിലായിരുന്നു. പിന്നെ 11th 12th ആയപ്പോൾ എറണാകുളത്ത് ഭവൻസിലോട്ട് മാറി. അപ്പോൾ ഞാൻ ബ്രില്യൻ്റ് ലോങ് ടേം ബാച്ചിലും ചേർന്നായിരുന്നു. കളമശ്ശേരി രാജഗിരിയിൽ ബ്രില്യൻ്റ് ബാച്ച് ഉണ്ടായിരുന്നു, JEE മെയിൻ ഓഫ്ലൈൻ ബാച്ചിൽ. മോളെ കീമിന് 100% സ്കോറൊക്കെ നേടി. പേരൻസ് അറിഞ്ഞില്ലേ? പേരൻസ് എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയാണ്. പേരൻസ് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രൗഡ് മൊമെൻ്റ് ആണ്. അതെ, ഭയങ്കര ഹാപ്പിയാണ്. പ്രൗഡ് മൊമെൻ്റ്. യെസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് സ്ട്രീം തന്നെയായിരുന്നു സ്വപ്നം എന്നുള്ളത് അവിടെ നിന്ന് തന്നെ മോൾ ഉറപ്പിച്ചിരുന്നു അല്ലേ? അതായത് +1 +2 തന്നെ ബ്രില്യൻ്റ് ഒരു JEE ബാച്ചിലായിരുന്നു. ആൻഡ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നു. എനിക്കൊന്ന് ഒരു പക്ഷേ +2 പഠിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് വളരെ കുറച്ച് മാർക്കുകൾക്ക് മോൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? അന്ന് ഞാൻ 12th പഠിച്ചുകൊണ്ടിരുന്നപ്പം എഴുതിയപ്പോൾ എനിക്ക് മെയിൻസിന് 98.9% ആയിരുന്നു. അപ്പം എനിക്ക് NIT കാലിക്കറ്റിൽ CS കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു. പക്ഷേ CS കിട്ടിയില്ല. ECE ഒക്കെ വരെ കിട്ടിയുള്ളൂ. അപ്പം എനിക്ക് CS താല്പര്യം പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അപ്പോൾ പിന്നെ IIT, വയനാട്ടിൽ IIT എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. അതാണ് NIT എന്നുള്ളിടത്ത് നിന്ന് IIT എന്നൊരു ഡ്രീമിലേക്ക് എത്തുന്നു. ഇപ്പോൾ JEE അഡ്വാൻസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കീമിൽ 100% സ്കോർ നേടാൻ സാധിച്ചു എന്നൊരു സന്തോഷ വാർത്തയും കൂടെ
വിസ്മയുടെ മക്കളിലേക്ക് എത്തുന്നത്. വിസ്മയ, ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയായിരുന്നു വിസ്മയുടെ ഒരു പഠന രീതി, അതിന് ബ്രില്യൻറ്റിൻ്റെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. നമുക്ക് ആദ്യം പഠന രീതി പറഞ്ഞുകൊണ്ട് തന്നെ ബ്രില്യൻറ്റിനെ കണക്ട് ചെയ്യാം. പഠന രീതി നമുക്കിവിടെ ക്ലാസ്സസ് തുടങ്ങിയ സമയത്ത് ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രൊഫസേഴ്സ് പഠിപ്പിക്കുന്ന അതേ ഇത് തന്നെ ആ പേസിൽ തന്നെ നമ്മളങ്ങ് പഠിച്ചു പോവുക. എല്ലാ വീക്കിലി പിന്നെ ബ്രില്യനിൽ എല്ലാ വീക്കിലും നമുക്ക് വീക്ക്ലി എക്സാംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ പഠിച്ചത് അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ അത് തന്നെ അങ്ങ് പഠിച്ചു പോവുക. പിന്നെ മെയിൻസ് എടുക്കാറായപ്പം മോഡൽ എക്സാംസ് തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് മോഡൽ എക്സാംസ് തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ യൂണിറ്റ് വൈസ് റിവിഷനും അവസാനം ഓൾ ടുഗെദർ റിവിഷനും അതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു സ്കെഡ്യൂളും ബ്രില്യൻ്റ് നമുക്കൊരു സ്കെഡ്യൂൾ തന്നായിരുന്നു. ആ സ്കെഡ്യൂളിൽ തന്നെ അങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് എനിക്ക് വലിയ ബാക്ക്ലോഗ്സ് ആയിട്ട് അങ്ങനെ തോന്നിയില്ലായിരുന്നു. അതേ സ്കെഡ്യൂളിൽ പഠിച്ചു പോയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു മോഡൽ എക്സാംസും എല്ലാം. പിന്നെ മെയിൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഫുൾ അഡ്വാൻസ്ഡ് ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ മെയിൻസിലും അഡ്വാൻസും നമ്മൾ കോൺസെപ്ഷ്യലായിട്ട് എസ്പെഷ്യലി ഫിസിക്സിൽ ഡിഫറൻസ് വരുന്നതുകൊണ്ട് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനും ഉണ്ട്. കെമിസ്ട്രിയിൽ അഡീഷണൽ ടോപ്പിക്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തു. പിന്നെ ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ മോഡൽ എക്സാംസ് ഉണ്ട്, അതിൻ്റെ ഒപ്പം റിവിഷനും അങ്ങനെയായിട്ട് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്നു. മെയിൻസിൽ മോൾക്ക് കിട്ടിയ സ്കോറൊക്കെ ഒന്ന് പറയാം. മെയിൻസിൽ എനിക്ക് 99.67 ആയിരുന്നു, 5327 റാങ്ക് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ടഫസ്റ്റ് എക്സാമായി അഡ്വാൻസ്ഡ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മോളുടെ ഒരു പ്രിപ്പറേഷൻ രീതി എങ്ങനെയാണ്, ആൻഡ് എവിടെ വരെയായി പ്രിപ്പറേഷൻസ് ഒക്കെ? കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടോ? സോ അഡ്വാൻസിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്. ഫിസിക്സിൽ കുറച്ച് കോൺസെപ്റ്റ്സ് നല്ലപോലെ പഠിക്കാനുണ്ട്. കെമിസ്ട്രി അഡീഷണൽ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. മാത്സ് കുറച്ചുകൂടി ഹയർ ലെവൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റ് മാക്സിമം എഴുതാം. പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മോക്കായിട്ട് തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ശരിയാക്കാൻ പറ്റും അങ്ങനെ ചെയ്ത്. പിന്നെ ക്വസ്റ്റ്യൻസ് യു ഷുഡ് നോ വെൻ ടു സ്കിപ്പ് എ ക്വസ്റ്റ്യൻ ടു. ലൈക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കുറേ ടൈം എടുക്കും ആൻഡ് യു മൈറ്റ് നോട്ട് ഗെറ്റ് ദി ആൻസർ. പിന്നെ അത് നമ്മളെ ഭയങ്കര ഡിമോട്ടിവേറ്റും ചെയ്യും. സോ വെൻ യു സീ എ ഹാർഡ് ക്വസ്റ്റ്യൻ അത് തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഈസിയർ വൺസ് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് വരാം. ആൻഡ് മോക്ക് ടെസ്റ്റ് ഇവിടെ ബ്രില്യൻ്റെ ലേണിംഗ് ആപ്പിൽ തന്നെ നമുക്ക് കുറേ മോക്ക് ടെസ്റ്റുകളുണ്ട്. പിന്നെ അത് കൂടാതെ ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് പേപ്പേഴ്സായിട്ട് കുറേ ഉണ്ട്. സോ പ്രാക്ടീസിനുള്ളതെല്ലാം ബ്രില്യൻ്റ് തന്നെ ഇവിടെ തരുന്നുണ്ട്. യു ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് ലെവൽ വൈസും എക്സാംസ് ഉണ്ട്, ചാപ്റ്റർ വൈസ് ഉണ്ട്. അങ്ങനെ PYQസും മാക്സിമം സോൾവ് ചെയ്യാം. അഡ്വാൻസിന് ഐ തിങ്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ. മോളുടെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ മോൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുക അല്ലെങ്കിൽ എഫേർട്ട് എടുക്കണം എന്ന് തോന്നുന്ന സബ്ജക്റ്റ് ഏതാണ്? എനിക്ക് പേഴ്സണലി ഫിസിക്സ് ആയിരുന്നു. ബിക്കോസ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഫിസിക്സ് ഞാൻ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് യൂസ് ബി മാത്ത്. പക്ഷേ ഇവിടെ വന്നിട്ട് കെമിസ്ട്രി ആയി ഫേവറേറ്റ്. പിന്നെ ഫിസിക്സ് എനിക്ക് കുറച്ച് പണ്ടേ ഇപ്പോഴും എനിക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ഞാൻ ഫേസ് ചെയ്യുന്ന ഫിസിക്സിലാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ ടൈം ഇട്ട് പഠിച്ചിട്ടുണ്ട്. ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് കിഷോർ സാറിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും PDFs ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഫിസിക്സിന് ഏറ്റവും കൂടുതൽ ഞാൻ എഫേർട്സ് ഇട്ടേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഫിസിക്സ് ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ നല്ലൊരു ശതമാനത്തിനും പാട് ഫിസിക്സ് തന്നെയാണ്. അതിനെ എങ്ങനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോകാം? ഇപ്പോൾ ഈ 100% നേടുന്നു, 99% ജെയ്മെയിൻസിന് നേടുന്നു. അപ്പോൾ ഒക്കെ മോള് ഫിസിക്സിൽ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ അതെങ്ങനെ മോൾ അതിനെ അതിജീവിച്ചു എന്നുള്ളൊരു ചോദ്യമല്ലേ? ഞാൻ ഫിസിക്സിൽ കോൺസെപ്റ്റ്സ് വീണ്ടും വീണ്ടും പഠിച്ച് കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി നമുക്ക് നല്ലപോലെ വേണം ഫിസിക്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ആൻഡ് അതിന് ഇവിടുത്തെ ക്ലാസ് നോട്ട്സും അതൊക്കെ ആയിട്ട് തന്നെ ചെയ്തു. പിന്നെ PYQസും ഞാൻ മാക്സിമം ഫിസിക്സിൽ ചെയ്യാൻ നോക്കി, ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. 2013 തൊട്ടുള്ളത് ഞാൻ ചെയ്തു. അപ്പോൾ ആൻഡ് ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ഫിസിക്സ്. കാരണം അത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരിതുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പക്ഷെ നമ്മൾ ഒരു സബ്ജക്റ്റിൽ മാത്രം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്, ബാലൻസ് ചെയ്ത് പോകണം. കൂടെ അപ്പം ഞാൻ കെമിസ്ട്രി മാത്തും പഠിക്കുമായിരുന്നു. ബട്ട് ഫിസിക്സിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് ഇടും. ബിക്കോസ് നമുക്ക് അഡ്വാൻസിൽ വരുമ്പം ഇൻഡിവിജ്വൽ കട്ട് ഓഫ്സും ഉണ്ടല്ലോ. സോ സബ്ജക്റ്റ് വൈസ് കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് എല്ലാ സബ്ജക്റ്റിലും ഈക്വലി സ്കോർ ചെയ്യാൻ നോക്കണം. സോ അത് നമുക്കറിയാത്ത സബ്ജക്റ്റാണെന്ന് വെച്ച് അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. നമ്മുടെ എഫേർട്സ് ഇട്ട് പഠിക്കുന്ന സബ്ജക്റ്റ്. ഞാൻ ഫിസിക്സിന് കുറേ എഫേർട്സ് ഇട്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ മാക്സിമം പഠിച്ചു തന്നെ. തിയറി വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തു. ഇവിടുത്തെ എക്സാംസിനായാലും ഫിസിക്സ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുമായിരുന്നു.
മോളുടെ ഒരു ജേർണിയിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് മോള് സംസാരിക്കുന്നത്. മോൾക്ക് എനിക്ക് തോന്നുന്നു മോളുടെ ആ ഒരു ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം ഈ റിപ്പീറ്റ് ചെയ്യുന്ന കാലയളവിൻ്റെ തുടക്കമൊക്കെ. പക്ഷേ അവസാനത്തേക്ക് എത്തുമ്പോൾ ജെയ്മെയിൻസിന് നല്ല സ്കോർ നേടാൻ പറ്റുന്നു, കീമിൽ 100% നേടാൻ പറ്റുന്നു. അത് മോൾക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അത് ചെറുതല്ല. അതിൽ മോളെ സപ്പോർട്ട് ചെയ്ത മോളുടെ ഫാമിലിക്ക് ബിഗ് സല്യൂട്ട് ആൻഡ് ബ്രില്യൻ ഫാമിലിയൊക്കെ മോൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതിനെക്കുറിച്ച് യുവർ ഡേയ്സ്, ഇവിടെ ബ്രില്യൻ ഡേയ്സിനെ കുറിച്ച് എന്ന് പറയാം. ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടുത്തെ എക്സാംസിൽ എനിക്കങ്ങനെ വലിയ സ്കോറൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ വളരെ ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോഴൊക്കെ ഡൗൺ ആകുമ്പോഴും ഇവിടുത്തെ എൻ്റെ മെൻറ്ററായ ഗൂഗിൾ സാറായാലും കോർഡിനേറ്ററായ ബിനുൽ സാറായാലും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കയറി വരും എന്ന് പറഞ്ഞ് നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് പോയിരുന്നു. ഫാമിലി ആയാലും അതെ, ഞാനിങ്ങനെ എല്ലാ കോളിലേക്കും ഞാൻ വിളിച്ചിങ്ങനെ പറയുമായിരുന്നു മാർക്ക് കയറുന്നില്ല, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ ഫാമിലി ആയാലും ഒട്ടും ലൈക്ക് നമ്മളെ ഓവർ പ്രഷറൈസ് ചെയ്ത് ഇതാക്കാണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പോയിരുന്നത്. എൻ്റെ ഡിസിഷനായിട്ട് തന്നെ അവർ വിട്ടു തന്നിരുന്നതെല്ലാം. സോ അത് ഭയങ്കര വലിയൊരു ഇതായിരുന്നു. ബിക്കോസ് അന്ന് ഞാനിപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് ക്വിറ്റ് ചെയ്താലോ എന്ന് വരെ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇവിടുത്തെ കോർഡിനേറ്ററായാലും മെൻറ്ററായാലും ഫാമിലി ആയാലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോയത്. അപ്പം ഐ തിങ്ക് അന്ന് ഞാൻ ക്വിറ്റ് ചെയ്തതെങ്കിൽ ഒബ്വിയസ്ലി ഇതൊന്നും നടക്കില്ലായിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു ഇവരൊക്കെ. അതൊരു വലിയൊരു പോയിൻ്റാണ് കേട്ടോ. കാരണം ഒരുപക്ഷെ ക്വിറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന 100% നേടിയ ഒരു പെൺകുട്ടി അല്ലേ, ആ ഒരു ടാഗ്ലൈൻ പോലും നഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിസ്മയം തീർത്തുകൊണ്ട് തന്നെയാണ് വിസ്മയം എന്ന് മുന്നിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ പേരൻസിനൊക്കെ ഒരുപാട് സന്തോഷിക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ജി അഡ്വാൻസിൽ എഴുതാൻ പോകുന്നവരുണ്ട്, GI മെയിൻസ് എഴുതിയവരുണ്ട്, ആൻഡ് ഇനി വരുന്ന വർഷങ്ങളിൽ JEE മെയിൻസും കീമും ഒക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. മോൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ആ ഒരു മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? അഡ്വാൻസ് എഴുതാൻ പോകുമ്പം മെയിൻ തിങ് ഇസ് മെയിൻസിൽ എക്സ്പെക്റ്റഡ് സ്കോർ കിട്ടാത്തവരായിട്ട് കുറേ പേരുണ്ട്. സോ ഒരിക്കലും നമ്മൾ അത് മൈൻഡിൽ വെച്ച് അഡ്വാൻസ് എഴുതാൻ പോകരുത്. അഡ്വാൻസ് എന്താ പറയുക, നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിച്ച് പോകണം. മെയിൻസിൽ കുറഞ്ഞു അതുകൊണ്ട് അഡ്വാൻസ് എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഒരിക്കലും പോകരുത്. നമുക്ക് പറ്റും എന്ന് തന്നെ ചിന്തിച്ച് പോവാം. കിട്ടുന്നത് നമുക്ക് കിട്ടും, നമ്മുടെ എഫേർട്സിനുള്ളത് നമുക്ക് കിട്ടും. സോ മെയിൻസിൻ്റെ സ്കോർ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അഡ്വാൻസിന് എല്ലാം ലക്ക് ഫാക്ടർ ആയിട്ടൊന്നും വരുന്നില്ല. സോ നമ്മുടെ എഫേർട്സിനുള്ളത് കിട്ടിയിരിക്കും. പിന്നെ മെയിൻസ് നെക്സ്റ്റ് ഇയർ എഴുതാൻ പോകുന്നവർക്ക് കീം ആക്ച്വലി വരുവാണെങ്കിൽ മോസ്റ്റ്ലി NCERT ബേസ്ഡാണ്. സോ NCERT തന്നെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ കിട്ടും. ടൈം മാനേജ്മെൻറ്റും ഒരു മേജർ ഫാക്ടറാണ്. കാരണം നമ്മൾ 150 ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കണം ആ ഒരു 3 hours. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര വലിയ ഫാക്ടറാണ്. ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കീമിൽ. മെയിൻസ് വരുമ്പം കെമിസ്ട്രി NCERT, പക്ഷേ ഇക്കൊല്ലം കെമിസ്ട്രി ഒന്ന് മാറ്റിയായിരുന്നു. NCERT ബേസ്ഡ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം വരെ. ഇക്കൊല്ലം അവരൊന്ന് കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് കൊണ്ടുപോയി. ബാക്കിയായാലും നമ്മൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മെയിൻസിൻ്റെ പ്രീവിയസ് ഇയറൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മെയിൻസ് ആയാലും അഡ്വാൻസ് വരുമ്പം അതിൻ്റേതായ എഫേർട്സ് ഇടണം. നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, നല്ലോണം എഫേർട്സ് ഇടണം. ആൻഡ് എല്ലാ കോൺസെപ്റ്റ്സും പഠിക്കണം. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ നോക്കാം. പക്ഷേ ഒട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകാൻ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. ബിക്കോസ് നമുക്ക് അറിയാവുന്നത് നമ്മൾ സ്ട്രോങ് ആക്കാൻ നോക്കാം. അതാ പോയിന്റ്. നമുക്ക് ഒരു ടോപ്പിക് കിട്ടുന്നില്ല, കുറേ പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് പിന്നെ സ്കിപ്പ് ചെയ്യുക. അത് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കരുത്. നമുക്കറിയാവുന്നത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കാം മാക്സിമം. ഇപ്പോൾ ഞാൻ അതല്ല ഫിസിക്സിൽ അതാ ചെയ്യാറ്. ഫിസിക്സിൽ എല്ലാം പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം എനിക്ക് ഒട്ടും പറ്റാത്ത ടോപ്പിക് വളരെ കുറച്ചാണ്, അത് ഞാൻ ടോട്ടലി സ്കിപ്പ് ചെയ്യല്ല. അതിൻ്റെ ഒരു ബേസിക് ലെവൽ പഠിക്കും, പക്ഷേ അധികം ഇൻഡെപ്തായിട്ട് പോകാൻ നിൽക്കാറില്ല. ബിക്കോസ് അത് ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അതിൻ്റെ റിട്ടേൺ. സോ അറിയാവുന്നതൊക്കെ നല്ലോണം കോൺസെപ്റ്റ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കാം, ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്യാം. ആൻഡ് എക്സാം ടൈമിന് ഒട്ടും സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും പാടില്ല. ഒരു ക്ലിയർ മൈൻഡോടെ നമ്മൾ പോയിട്ടിരുന്ന് എഴുതുക. നമുക്ക് പറ്റും എന്ന് തന്നെ വിശ്വസിച്ച് പോയിരുന്ന് എഴുതുക. അപ്പോൾ 2027 JEE മെയിൻസ് കീം JEE അഡ്വാൻസിലൊക്കെ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഈ വർഷം JEE അഡ്വാൻസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആവുന്ന തരത്തിലാണ് തൻ്റെ പഠന രീതികളും എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റെന്നും ഒക്കെ വിസ്മയ പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിസ്മയ ആഗ്രഹിച്ചതുപോലെ തന്നെ വിസ്മയയ്ക്ക് നല്ലൊരു IIT പ്രവേശനം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.